ഇന്ന് ഉമ്മൻ്റെ ഏടത്തിൻ്റെ മോൻ്റെ കുടിയിരിക്കലാണ് കേട്ടോ. അപ്പോൾ കുടിയിരിക്കൽ എന്നുള്ളത് ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ട് പറയില്ല. ഇവിടെ പലരും പറയാം കൂടൽ എന്നാണ്, പിന്നെ കുറ്റൂഷ, അങ്ങനെ പല പല പേരുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പഠിച്ചിട്ടുള്ളത് കുടിയിരിക്കൽ എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല അടിപൊളി വീടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിലൊക്കെ വന്ന് നിൽക്കാറുള്ള എടുത്തു ഉമ്മൻ്റെ ഏടത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അപ്പോൾ പിന്നെ കുറേ എന്താ പറയുക, നമ്മൾ കുറേ മുൻപ് കണ്ടിട്ടുള്ള നമ്മൾ ഭയങ്കര ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു പിന്നെ ടീമായിരുന്നു കേട്ടോ അത്. അപ്പോൾ നല്ല എന്താ പറയുക, കാബിരി, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റ് ഹൽവയും പിന്നെ ഐസ്ക്രീമും കൂടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നിട്ടുള്ളത്. പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് പൈനാപ്പിൾ മൊജിറ്റോ, പിന്നെ വാട്ടർമെലൻ്റെ ഒരു വെൽക്കം ഡ്രിങ്കും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ആളൊക്കെ കൂടുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഇതാണല്ലോ, പ്രത്യേകിച്ച് എനിക്ക് എല്ലാവരും കൂടിയാകുമ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും കേട്ടോ, മൊബൈൽ ക്യാമറ ഓണാക്കി ഇങ്ങനെ ചെല്ലുന്ന കണ്ടാൽ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ ചെറിയൊരു ഭാഗം പിന്നെ വീഡിയോയിൽ, ഏത് റൂമിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചിലർക്കപ്പം അവിടെ ഒന്നും ഒരു എന്താ പറയുക, ക്യാമറയിലൊന്നും അങ്ങനെ അധികം വരാത്ത ആൾക്കാരാണ്. അപ്പോൾ ചിലർക്കൊന്നും ഒരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു മോശമല്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, ആളില്ലാത്ത സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ മൊറോക്കൻ ടൈൽസൊക്കെ വന്നിട്ട് നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ. പിന്നെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഏത് വീട് എടുത്തിട്ടുണ്ടെങ്കിലും ലൈറ്റ്സ് ആണല്ലോ മെയിനായിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് ഇട്ടാൽ തന്നെ വീടിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ നല്ലൊരു ലിവിങ് പോർഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മാഷാ അല്ലാഹ് നല്ല അടിപൊളിയാണ്. പിന്നെ ഉമ്മൻ്റെ എഴുത്തിൻ്റെ മുന്നേ, അതായത് എൻ്റെ ബ്രദർ പിന്നെ ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ അവൻ തന്നെയാണ് കുറേ വീടൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പെയിൻ്റൊക്കെ നല്ല അടിപൊളി പെയിൻ്റ് ആയിരുന്നു കേട്ടോ. പണ്ടൊന്നും നമുക്ക് വീടിനെ പറ്റി വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടായില്ല. അന്നൊക്കെ നമ്മളൊക്കെ വീടുണ്ടാക്കുന്ന സമയത്ത് വനിതൻ്റെ ഒരു വീട് എന്ന് പറഞ്ഞൊരു മാഗസീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമുക്ക് ചില കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഐഡിയാസ് ഇഷ്ടം പോലെ, ഏതൊക്കെ സൈഡിൽ നിന്നാണ് ഐഡിയാസ് വരാൾ നമുക്ക് പറയാൻ പറ്റില്ല. നല്ല എൻജിനീയേഴ്സിനൊക്കെ കിട്ടാന്നുണ്ടെങ്കിലും അവർ എത്ര ചെറിയ വീട്, എത്ര ചെറിയൊരു ബഡ്ജറ്റുള്ള വീടാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയാക്കി തരും കേട്ടോ. ചില വീടുണ്ട് അങ്ങനെ കണ്ടാൽ നമുക്ക് ഒറ്റ നിലയിലേക്കുള്ള വീടുണ്ട്, കണ്ടാൽ ഭയങ്കര എന്താ ക്യൂട്ടായിട്ട് തോന്നുന്ന വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ആൾക്കാർക്കും കുറച്ച് ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി കിട്ടില്ലെന്നാവും. അപ്പോൾ ഇതാണ് ഇന്ത്യൻ കിച്ചൺ. ഇന്നലെ ഇവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡ് കംപ്ലീറ്റ് ഇവർ 3-4 ആൾക്കാരാണ്. അപ്പോൾ നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു, ഒന്നും പറയാനില്ല. പിന്നെ നല്ല സർവീസും നല്ലതായിരുന്നു അവരുടേത്. അപ്പോൾ ഇത് രാത്രിയുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.